ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ആക്രിലിക് പെയിന്റ് തീർന്ന ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിലിൽ നമ്മൾ ഡോളിനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന്റെ സ്റ്റിക്കർ ഒന്നും മാറ്റിയിട്ടില്ല. പിന്നീട് നമുക്ക് ചെറിയൊരു പീസ് ക്ലോത്ത് വേണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിൽ അതിലേക്കൊന്ന് വെച്ച് നോക്കിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഡോളിന്റെ ഉടുപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബെൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ട് ഭാഗം കൂടെ ഒന്ന് ചേർത്ത് തുന്നിയെടുക്കണം. അപ്പോൾ നമുക്കത് രണ്ടും കൂടെ ചേർത്തൊന്ന് തുന്നിയെടുക്കാം. വളരെ സിമ്പിളായി നമുക്ക് ഈ ഒരു ഡോളിനെ ചെയ്തെടുക്കാം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുന്നി കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെയായിട്ട് വീണ്ടും തുന്നി കൊടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. നിങ്ങളുടെ ട്രൈ പിക്ചേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മളത് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബോട്ടിലേക്ക് നമുക്കതൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തുന്നി കൊടുത്തിട്ടുള്ള ആ ഒരു നൂല് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ചെറിയൊരു ക്ലോത്തിൻ്റെ പീസും കൂടെ ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലാക്ക് കളർ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ ഒട്ടിക്കാനുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും തുന്നിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ട് പീസും നമ്മൾ അതിൻ്റെ അരികിലൂടെ ഒന്ന് തുന്നി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഡോളിന്റെ തല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായും തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേസ്റ്റ് കോട്ടൺ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിന് പകരം തുണി കഷ്ണങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ അതൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുന്നി കൊടുത്തിട്ടുള്ള നൂല് ഒന്ന് വലിച്ച് ടൈറ്റാക്കി തുന്നിയെടുക്കണം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി
നമുക്ക് ഇത് ചെയ്തെടുത്തതുപോലെ തന്നെ അതിന്റെ കൈകൾ കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ ഇതാ അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ കൈകളിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതും കൂടെ അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 കൈകളിലും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൾ കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു കുഞ്ഞ് സാറ്റൻ റിബണിന്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബോ ഷേപ്പിൽ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിന്റെ സെന്ററിൽ നമ്മളൊരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ മുടി ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജൂട്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതും കൂടെ അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡോളിനെ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മുടിയായിട്ട് ഒട്ടിച്ചെടുക്കുന്നത് ജൂട്ട് ത്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ വൂളൻ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചെടുക്കാം. ഡോൾ മേക്കിംഗ് വീഡിയോ തന്നെ നമ്മൾ ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പെയിന്റ് തീർന്ന ബോട്ടിലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഡോളിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് വലിയ ബോട്ടിലൊക്കെ ചെയ്യാം. അപ്പൊ ഇതാ നമ്മൾ ഡോളിന്റെ മുടി ബാക്കിലേക്കൊക്കെ അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. അതൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊങ്ങി നിൽക്കുന്ന ആ നാരുകളൊക്കെ ലൈറ്റർ ഉപയോഗിച്ചൊന്ന് കളയാം. അതൊക്കെ നമ്മൾ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മളൊരു സാറ്റൻ റിബൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡോളിന്റെ മുടിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ അത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോളിന് കണ്ണുകളൊക്കെ വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അതുപോലെ നമ്മുടെ ഈ ഒരു വെറൈറ്റി ഐഡിയ പറ്റുന്നവരൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബോട്ടിലിൽ ചെയ്തെടുത്തിട്ടുള്ള ഡോൾ എങ്ങനെയുണ്ട്? ഈ ഒരു ഐഡിയ തോന്നിയപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് നോക്കിയത് ഈ ഒരു ഡോളിനെയാണ്. ഇതിന്റെ കൈകളൊക്കെ നമ്മൾ ക്ലോത്ത് ചുരുട്ടിയെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ പെയിന്റ് തീർന്ന ബോട്ടിലിൽ ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.